പുലികളി സംഘങ്ങളുടെയും പെർഫോമൻസ് കാണുന്നതിൻ്റെ ഭാഗമായിട്ട് നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, എങ്ങനെയുണ്ട് പുലികളി? ആദ്യമായിട്ടാണ് കാണാൻ വരണത്. കണ്ടോ? ആദ്യത്തെ സംഘത്തിനെ കണ്ടല്ലോ. ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഇവർ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും അത്തരം കാഴ്ചകളാണ്. മുഖംമൂടിയൊക്കെ ധരിച്ചാണല്ലോ ഇരിക്കുന്നത്. കണ്ടോ? നിങ്ങൾ ആരും കണ്ടിട്ടില്ല? അപ്പോൾ ഇവരാരും കണ്ടിട്ടില്ല. ഇവരാരും കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും നിരവധി പുലികളി സംഘങ്ങൾ പുലികളിയുമായി ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെയുള്ളത്. അങ്ങനെ ഏവരും കാത്തിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ എത്തിയവരുണ്ട്. അവരൊക്കെ തന്നെ ഈ സ്വരാജ് റൗണ്ടിന് ഇരുവശവും നിന്നുകൊണ്ട് പുലികളിയെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. എല്ലാവരുടെയും കയ്യിൽ ഈ പറയുന്ന പുലിമുഖമുണ്ട് കേട്ടോ. ഇതൊരു എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ പുലിമുഖം. ഞങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണത് പുലിക്കളി കളിക്കാൻ. അപ്പോൾ കുറേ സമയം നമ്മൾ സ്കൂളിൽ പോലും പോകാതായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അടുത്ത ദിവസം സ്കൂൾ തുറന്നു അപ്പോൾ പുലിക്കളിക്ക് ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ എന്തായാലും ഇവിടെ എൻജോയ് ചെയ്യും. അപ്പോൾ ഇതാണ് ഏവരും കാണുന്നത്. എല്ലാവരും കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. കാരണം ഒരു കൗതുക കാഴ്ചയാണല്ലോ ഇത്. കാരണം ആ ചെണ്ടയുടെ മന്യതാളങ്ങൾക്കൊപ്പം ചുവടുകൾ വെച്ച് ഈ പുലിക്കൂട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ദേഹത്ത് വരച്ചിരിക്കുന്ന ചായങ്ങൾ അത് പുലിയുടേതിന് സമാനമായിട്ടുള്ള അതുതന്നെയാണ്. പുലിമുഖം ഉദരഭാഗത്ത് വരച്ചു ചേർത്തിരിക്കുന്നത്. അങ്ങനെ അത് അവരെടുക്കുന്ന ഒരു എഫർട്ടും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വളരെ ഡെഡിക്കേഷനോട് കൂടി ഈ കലാസംഘങ്ങൾ ഓരോരുത്തരും അവരൊക്കെ തന്നെ ഈ വേഷമിട്ടുകൊണ്ട് ഇവിടേക്ക് വരുന്നു. അതിനെയൊക്കെ തന്നെ പുതുതലമുറ, പ്രത്യേകിച്ചും കുട്ടികളടക്കമുള്ളവർ ഇതിൻ്റെ ഭാഗമാകുന്നു. ഒരുപാട് കുട്ടികൾ ഇപ്രാവശ്യം ഈ പുലികളി സംഘങ്ങൾക്കൊപ്പം ഉണ്ട്. അതിൽ പെൺപുലിയുണ്ട്, അതോടൊപ്പം തന്നെ കുട്ടിപ്പുലിയുണ്ട്, വിവിധ ഇടങ്ങളിൽ എത്തിയവരുണ്ട്. അവരൊക്കെ തന്നെ വലിയ ആവശ്യത്തോടുകൂടി ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്. അങ്ങനെ വലിയ ആവേശവും ആഘോഷവും ആഹ്ലാദവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ചെണ്ടയുടെ വന്യതാളങ്ങൾക്കൊപ്പം ചുവടുകൾ വെച്ചുകൊണ്ട് കുംഭകുലുക്കി അരമണി കിലുക്കി നാടിനെ വിറപ്പിച്ച് പുലിക്കൂട്ടങ്ങൾ അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അത് വലിയ അരങ്ങാണ്. ആ അരങ്ങ് കാഴ്ച കാണാൻ വേണ്ടി വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നു. അത് മറ്റു ജില്ലകളിൽ നിന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നു. അതോടൊപ്പം തന്നെ വിദേശങ്ങളിൽ നടക്കും. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വ്യക്തി വിദേശത്ത് നിന്ന് എത്തിയതാണ്. ഈ പുലികളി കാണുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ അടക്കം കുടുംബത്തെ അടക്കം ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു സ്വീകാര്യത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. അങ്ങനെ ഒരു തൃശ്ശൂർ കോർപ്പറേഷൻ പരിസരത്ത് നിൽക്കുന്ന 9 സംഘങ്ങൾ ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ പുലികളി കാണാനാണ് ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ വിവിധ ഇടങ്ങളിൽ നടക്കമുള്ള വിദേശികളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു കലാവൈഭവത്തിൻ്റെ അല്ല കലാപ്രകടനത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് ഈ പുലികളിക്ക്. ഇന്നും അത് തുടരുന്നു. അതിൻ്റെ ഓരോരോ പുതിയ അഡാപ്റ്റേഷൻ അതിൽ വന്നിട്ടുണ്ട്, പുതിയ കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായി തന്നെ അത് ആവേശ കാഴ്ചകളായി തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി പേർ ഇപ്പോഴും ഈ സ്വരാജ് റൗണ്ടിന് സമീപം ഈ ക്ഷേത്രത്തിന് സമീപം ഒക്കെ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഗിനാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.